സുസ്മിതയോട് നമ്മൾ ഈ പോലീസ് താഴെയുണ്ട്, ഈ വന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു വലിയൊരു അപകടമുണ്ട്, യഥാർത്ഥത്തിൽ ഇവർ ഒളിവിലാണെന്ന് പറയുമ്പം അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് അപ്പൂനും അറിയാം. കൊച്ചുകുട്ടി എന്നുള്ള നിലയ്ക്ക് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അകത്താകുന്ന മാത്രമല്ല, പിന്നെ എപ്പോഴാണ് കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. ഞങ്ങൾ അവളോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞതിനെങ്ങനെയാണ് മാപ്പ് പറയുകയാണ്. അർദ്ധരാത്രി സമയം വാതിലിൽ നിർത്താതെ കൊട്ട് കേൾക്കുകയാണ്. ഞങ്ങൾ പേടിച്ചെണീറ്റു. വാതിൽ ചവിട്ടി പൊളിക്കും പോലെ ആരൊക്കെയോ പറയുന്നുണ്ട്, ദർവാസ ഖോലോ, ദർവാസ ഖോലോ. ശരിക്കും പേടിച്ച് വിറച്ചാണ് വാതിൽ തുറന്നത്. 2 വർഷമായി ഞങ്ങൾ ഗോഹട്ടിയിലാണ്. കേന്ദ്ര സർവീസിലുള്ളവർക്ക് ഏതാണ്ട് നിർബന്ധമായി തന്നെ ഒരു കാലത്തുണ്ടായിരുന്ന വടക്ക് കിഴക്കൻ മേഖല ജോലി എന്നുള്ളതിൻ്റെ ഭാഗമായി 2 വർഷമായി ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു തിരിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വരാനുള്ള പുറപ്പാടാണ്. പിറ്റേന്ന് ലോറിയിൽ കയറ്റി വിടാനായിട്ട് വീട്ടു സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മൂലയിൽ അന്ന് 9ാം ക്ലാസ്സുകാരനായ മകൻ അപ്പു കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിനിടയിലേക്കാണ് അർദ്ധരാത്രി ആസാം പോലീസ് ചവിട്ടിക്കുതിച്ചെത്തുന്നത്. അവർ മുറിക്കകത്തെല്ലാം വന്ന് നോക്കാൻ തുടങ്ങി. ഓരോ സാധനവും ലാത്തി കൊണ്ടും കൈകൊണ്ടുമൊക്കെ കുത്തി നോക്കുകയാണ്. ഞങ്ങളുടെ ഓരോ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പെട്ടിയും ബോക്സും എല്ലാം. ഹിന്ദി വളരെ പരിമിതമായ നമ്മൾ നിസ്സഹായരായി അവരോട് ചോദിച്ചു, എന്താണിത്, എന്തിനാണ് നിങ്ങൾ ഈ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നത് എന്ന്. അവർ വളരെ കമ്പാഷനേറ്റായിട്ടൊക്കെ തന്നെയാണ് മറുപടി പറഞ്ഞത്. നിങ്ങളെ അല്ല ഞങ്ങൾക്ക് ആവശ്യം, നിങ്ങളുടെ വീട്ടിന് മുന്നിൽ താമസിക്കുന്ന ഒറീസക്കാരായ ഫാമിലി ഉണ്ട്, അവർ 2 ദിവസമായി ഒളിവിലാണ്, അവരെ ഉണ്ടോ ഇവിടെ എന്നറിയാനാണ് ഞങ്ങളിവിടെ സെർച്ച് ചെയ്യുന്നതെന്ന്. അവർ എല്ലാ മുറിയിലും കയറി നടന്ന് എല്ലാ സാധനങ്ങളുമൊക്കെ ഒന്ന് കുത്തി നോക്കി. കുറേ കഴിഞ്ഞു പറഞ്ഞു, ഞങ്ങളിപ്പോൾ പോവുകയാണ്, പക്ഷെ ഞങ്ങൾ താഴെ കാണും, നിങ്ങളുടെ മുന്നിലുള്ള വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. നമ്മൾ നമ്മുടെ പരിമിതമായ ഹിന്ദിയിലൊക്കെ ചോദിച്ചു, എന്താണ് പ്രശ്നം. അത് അവിടുത്തെ ഗൃഹനാഥൻ പാൽപ്പൊടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അയാളും അയാളുടെ കുടുംബവും ഒളിവിൽ പോയിരിക്കുകയാണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അവരെ കണ്ടുപിടിക്കാൻ നടക്കുവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. ഇറങ്ങുമ്പോഴേക്കും പോലീസിൻ്റെ ചീഫ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛി തര പാക്കിംഗ് കരാഹെ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു, നിങ്ങൾ കേരളത്തിൽ ചെന്ന് സമാധാനമായിട്ട് ജീവിക്കുക, ഇവിടുന്ന് പൊക്കോളുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വളരെ സന്തോഷിപ്പിച്ചിട്ടൊക്കെയാണ് അവർ താഴോട്ട് പോയത്. അപ്പോൾ നമുക്കാകെ പേടിയായി, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിഭ്രമത്തിലാണ്. പിറ്റേന്ന് രാവിലെ ഈ സാധനങ്ങളെല്ലാം തന്നെ ലോറിയിൽ കയറ്റി കേരളത്തിലേക്ക് വിടണം. എൻ്റെ അനിയത്തിയാണെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കിട്ടുന്നുണ്ട്. എത്രയോ ദിവസമായി പാക്ക് ചെയ്യുവാണ്. ഇത് കയറ്റി വിടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തന്നെ 2 വർഷം കൊണ്ട് നമുക്ക് അവിടെ മടുത്തു കഴിഞ്ഞു, എങ്ങനെ നാട്ടിലെത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സംഭ്രമത്തിലാണ്. അപ്പം ഞങ്ങൾ ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മോനെ കുത്തി എണീപ്പിച്ച് അവനോട് പറഞ്ഞു, ഒരു കാരണവശാലും പോലീസിനോട് നമുക്ക് മുന്നിലുള്ള വീട്ടിലെ പാണി അങ്കിളിനെയും സുസ്മിത ആൻറ്റിയെയും അവരുടെ മക്കൾ ചോട്ടുവിനെയും ബില്ലുവിനെയും അറിയാമെന്ന് പറയുകയേ ചെയ്യരുതെന്ന് നമ്മൾ അപ്പൂനെ പഠിപ്പിച്ചു. എന്നുവെച്ചാൽ പോലീസ് കൊച്ചുകുട്ടിയായതുകൊണ്ട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവൻ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞാലോ എന്നുള്ള പേടിയിൽ രാത്രി തന്നെ അപ്പൂനെ എണീപ്പിച്ചിരുത്തി എല്ലാം പഠിപ്പിച്ചു. അപ്പം ഞങ്ങൾക്ക് എന്താണ്, ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമെന്നുള്ളൂ എന്നുള്ളതുണ്ടല്ലോ, മടിയിൽ കനമില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ പേടിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ പോലീസ് പറയുന്ന പാണിയുടെ ഭാര്യ സുസ്മിതയെയും മക്കളെയും അന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ കാറിൽ കയറ്റിയിട്ടാണ് ഞങ്ങൾ അവരുടെ ദൂരെയുള്ള അവരുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ഇവർ ഒളിവിലാണെന്ന് പറയുമ്പം അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് അപ്പൂനും അറിയാം. കൊച്ചുകുട്ടി എന്നുള്ള നിലയ്ക്ക് അവൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അകത്താകുന്ന മാത്രമല്ല, പിന്നെ എപ്പോഴാണ് കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നതെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. വേറൊരു അന്യനാടാണ്, അതുപോലെ തന്നെ ആസാമാണ്, അന്നത്തെ ആസാമാണ്. ആകപ്പാടെ സംഭ്രമത്തിലാണ്. രാത്രി കുറേ സമയം ഞങ്ങൾ എണീറ്റിരുന്നു. അപ്പോഴേക്കും സുസ്മിതയുടെ ഫോൺ വന്നു. സുസ്മിതയോട് നമ്മൾ ഈ പോലീസ് താഴെയുണ്ട്, ഈ വന്ന കാര്യങ്ങളൊക്കെ പതുക്കെ പറഞ്ഞ് കേൾപ്പിച്ചു.
അപ്പോൾ അവൾ പറഞ്ഞു, വലിയൊരു അപകടമുണ്ട്, എൻ്റെ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ നല്ല സാരികളും കുറേ പൈസയും ഒക്കെ വീട്ടിനകത്തുണ്ട്. നാളെ രാവിലെ പോലീസ് ഈ വീട് അടിച്ച് പൊട്ടിച്ച് അകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. പോലീസാണ്, ഇവിടുത്തെ പോലീസിനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നായി, എങ്ങനെയാണ് ഇവളുടെ ഈ കാര്യങ്ങൾ രക്ഷിക്കുക എന്നുള്ളത്. താഴെ പോലീസുണ്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്, ഞങ്ങൾ ശരിക്കും ആസാമിൽ താമസിച്ച ആ ഒരു 1.5 വർഷത്തോളം ഒരു വീട് പോലെ കഴിഞ്ഞവരാണ്. അവളൊരു നേരം ഭക്ഷണം ഉണ്ടാക്കും, ഞാനൊരു നേരം ഭക്ഷണം ഉണ്ടാക്കും. അവളുടെ ആ ഒറിയ വിഭവങ്ങളായ ഖാണ്ടുവും അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിത്തരും. ഇഡലിയും സാമ്പാറും ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങളുടെ അടുക്കള തമ്മിൽ പുറകിൽ ബന്ധിക്കുന്ന ഒരു കോറിഡോറുണ്ട്. ആ കോറിഡോറിൻ്റെ അപ്പത്ത് ചെന്നാൽ ഒരു താക്കോലിട്ടാൽ എനിക്ക് ഇവളുടെ അടുക്കളയിൽ കൂടി കയറാൻ പറ്റും. പക്ഷേ ആ രാത്രി ചുറ്റും പോലീസ് സന്നാഹങ്ങളുള്ള ആ രാത്രി അവരെയാണ് പോലീസ് തിരയുന്നത്. ആ വീട്ടിൽ കയറി ഈ സാധനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തെയും റിസ്ക് ചെയ്യുന്നൊരു സാധനമാണ്. പക്ഷേ സുസ്മിതയോടുള്ള അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ അത് ചെയ്യാതെ ഗോഹട്ടിയിൽ നിന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നീതി പുലർത്താത്തതുപോലെ ആയിരിക്കും. അപ്പം എങ്ങനെയും ഞാൻ തീരുമാനിച്ചു അവിടെ കയറണം എന്ന്. അപ്പം ലൈറ്റൊന്നും ഇട്ടില്ല, അതുകൊണ്ടൊരു മെഴുകുതിരി പതുക്കെ കത്തിച്ച് പിടിച്ചുകൊണ്ട് പുറകുവശത്തു കൂടി പോയിട്ട് അടുക്കളയിലെ വാതിലിൻ്റെ താക്കോലിട്ട് പതുക്കെ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ വീട്ടിൽ കയറിയിട്ട് വലിയ ബിഗ് ഷോപ്പറുകളുടെ അവളുടെ സാരി എടുത്തു വെച്ചു. അവൾ സ്വർണ്ണം എവിടെ ഇരിക്കുന്നതെന്നും പൈസ എവിടെ ഇരിക്കുന്നതെന്നും എന്നോട് പറഞ്ഞായിരുന്നു. അതെല്ലാം കൂടെ വേറൊരു ബാഗിലെടുത്ത് വെച്ച് ഒളിപ്പിച്ച് പതുക്കെ അനങ്ങാതെ വീട്ടിനകത്ത് കയറി ഞങ്ങളത് ഒരിടത്ത് ഒളിപ്പിച്ച് വെച്ചു. പിറ്റേന്ന് രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ എണീറ്റു. അപ്പോഴേക്കും ഞങ്ങളുടെ ലോറി വന്നു, സാധനങ്ങൾ കയറ്റാൻ ആളുകൾ വന്നു. ഞങ്ങളുടെ കാറും ഈ ലോറിയിൽ കയറ്റിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ തന്നെ കാറ് ഉടൻ തന്നെ വിട്ടുകൊടുക്കണം. പക്ഷേ അതിനു മുമ്പ്, നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഇവളുടെ ബാഗ്, നമ്മൾ സാധനങ്ങൾ ലോറിയിൽ വെക്കാനുള്ള സാധനങ്ങൾ എന്നുള്ള രൂപത്തിൽ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ഷോപ്പിംഗ് ബാഗിലേക്ക് ഇതെല്ലാം കൂടെ വെച്ച് ഇവളുടെ സാധനങ്ങളുമായിട്ട് ഞങ്ങളുടെ കാറെടുത്ത് പായിച്ചു വിട്ടു. ബെൽത്തോല എന്നുള്ള സ്ഥലത്താണ് അവൾ താമസിച്ചിരുന്നത്. അവിടെ കൊണ്ടുപോയി അതിരാവിലെ തന്നെ സുസ്മിതയെ അവളുടെ സാധനങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ അവളോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു, ഇതിനെങ്ങനെയാണ് മാപ്പ് പറയുകയെന്ന്. പക്ഷേ അപ്പം നമ്മൾ മാപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്നേഹത്തിനെക്കുറിച്ചോ ഒന്നും അല്ലായിരുന്നു. അത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ. നമ്മൾ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയ സ്നേഹത്തിന് പകരമായിട്ട് ഇത്രയെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു വലിയ സമാധാനത്തോടുകൂടി. എന്നാൽ അതേസമയം തന്നെ അപ്പോഴും പാണി ഒളിവിലാണ്, ഇവരിവിടെയാണ്. പാണി എവിടെയാണെന്നുള്ളത് നമുക്കും അറിയില്ല, അവൾക്കും അറിയില്ല. ആകപ്പാടെ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. ആകെ ഒരു സമാധാനമില്ലാതെ ആണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം കയറ്റി ലോറിയിൽ കയറ്റി പിന്നെ കാറും കയറ്റിയിട്ട് പിറ്റേന്ന് അവിടെ നിന്ന് തിരിച്ച് ഗോഹട്ടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു 24 മണിക്കൂറോളം എടുക്കും തോന്നുന്നു. ആ 24 മണിക്കൂറും ഓരോ നിമിഷവും അനുഭവിച്ച ടെൻഷൻ പറയാൻ പറ്റൂല. ശരിക്കും ഗോഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിയുന്നവരെ നമ്മൾ ആ പേടിയിൽ തന്നെയായിരുന്നു. എങ്ങാനും പോലീസ് നമ്മളെ ട്രേസ് ചെയ്യുന്നുണ്ടോ, പോലീസ് പുറകെ വരുന്നുണ്ടോ, നമ്മളെ ഈ ട്രെയിനിൽ നിന്ന് വീണ്ടും ഇറക്കുമോ എന്നൊക്കെ, നാട്ടിൽ പോകാൻ പറ്റില്ലയോ എന്നൊക്കെ ഉള്ള ഒരു സംഘർഷത്തിലായിരുന്നു ശരിക്കും അതിനകത്ത് വന്നത്. കൽക്കട്ടയിൽ എത്തുന്നത് വരെ ഒരു സമാധാനക്കേടായിരുന്നു, ആസാം വിടുന്നത് വരെ. ആസാം വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും സുസ്മിതയെക്കുറിച്ചും പാണിയെക്കുറിച്ചും ഒക്കെ ഓർത്ത് അവർക്ക് എന്തായി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എന്തായാലും ഒരു മനസ്സമാധാനത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടതിന് ശേഷം അവർ വിളിച്ച് അവർ സംസാരിച്ചു. അവർ വീണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ഭുവനേശ്വറിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. ഗോഹട്ടിയിലൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ അവരെക്കുറിച്ച് ഓർക്കുമ്പം, ഈ സുസ്മിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഭീകര രാത്രിയും ഒരു പകലും പേടി കൊണ്ട്, ഒരു അന്യനാട്ടിൽ നമ്മൾ അകപ്പെടുമോ എന്നുള്ള പേടിയിൽ. അതേസമയം മനസ്സിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ സുഹൃത്തിന് അവരൊരു തെറ്റും ചെയ്തില്ല എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട അവരുടെ കുട്ടികളെ അവിടെ നിന്ന് സേഫായിട്ട് അവരെയും കുട്ടികളെ മാറ്റാൻ പറ്റി. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യമുള്ള അത്യാവശ്യം വിലപിടിപ്പുള്ള വസ്തുക്കളും കൊണ്ട് കൊടുക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളൊരു വലിയ ചാരിതാർത്ഥ്യം ഈ ഒരു ഓർമ്മയുടെ പുറത്തുണ്ട്. ഏത് നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ആ നാടുമായി ഇഴുകിച്ചേരുന്നതും അല്ലെങ്കിൽ നമ്മൾ ആ നാട്ടിൽ നമ്മളെ നാടിനെ പ്രതിഷ്ഠിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തുചേരുന്നതും ഒക്കെ അവിടുത്തെ മനുഷ്യരിലൂടെയാണ്. അത് ഏത് നാട്ടുകാരുമാകാം. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുമ്പോഴാണെങ്കിലും വിദേശത്ത് താമസിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളെപ്പോലെ തന്നെ
നമ്മളുടെ ഒരു ഭാഗമായി മാറിക്കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും അവർ നമ്മൾക്ക് വേണ്ടിയും ജീവിക്കാൻ പ്രാപ്തരാകും, അല്ലെങ്കിൽ പ്രേരിതരാകും എന്നുള്ളതൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ആസാമിൽ നിന്ന് വരുമ്പോഴുണ്ടായ സംഘർഷമൊക്കെ ഇപ്പോഴും ഓർക്കുമ്പം സുസ്മിതയോടുള്ള സ്നേഹത്തിൽ അലിഞ്ഞു പോവുകയാണ്. സ്നേഹത്തിൽ അലിഞ്ഞു പോകാനാണ് നമ്മളൊക്കെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിത പാഠമായി ഞാൻ അവിടുന്ന് വരുമ്പോൾ മനസ്സിലാക്കിയത്. അതൊരു നല്ല അനുഭവമായിരുന്നു. സ്നേഹം നമ്മൾക്ക് എടുക്കാൻ മാത്രമല്ല കൊടുക്കുമ്പോഴും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ളത് അടിവരയിട്ട് തന്നെ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. സുസ്മിതയുടെ സാധനങ്ങൾ പോലീസിനെ കബളിപ്പിച്ച് അവൾക്ക് കൊണ്ടുകൊടുത്ത ആ രാത്രി.